ನೀಡುತ್ತಾ ಇದ್ದೇನೆ. ಧನ್ಯವಾದಗಳು. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. കൊടക് ജില്ലയില്, കർണാടകയിലെ കൊടക് ജില്ലയിൽ രണ്ടാമത്തെ ദിവസമാണ്. അൽഹംദുലില്ലാഹ്. ഇന്നലെ മിരാജ് ഭട്ട് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരും ഒരുപാട് പ്രവർത്തകർ നമുക്ക് കാണാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ദിവസത്തെ യാത്രക്ക് വല്ലാത്തൊരു മനോഹാരിതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഗ്രൗണ്ടിനൊരു കഥ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശംസുലുമായി തങ്ങളുടെ ചരിത്രം പറയുന്ന ഈ മടിക്കേരി എന്ന പ്രദേശത്തിന് ബഹുമാനപ്പെട്ട ശംസുലുമായി തങ്ങൾക്ക് വല്ലാത്തൊരു ബന്ധമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്, കൊടക് ജില്ലയുമായിട്ട്. ഈ കൊടകിലേതാ ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ്മാര്, ഈ പ്രിയപ്പെട്ട ഇവിടുത്തെ ഈ നാട്ടുകാർക്ക് ശംസുലുമ കഴിഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വേറെ ആളുകളുള്ളൂ. സമസ്തയും ബഹുമാനപ്പെട്ട ശംസുലുമായി തങ്ങളും അത് വല്ലാത്തൊരു സ്നേഹോഷ്മളമാണ്. ബഹുമാനപ്പെട്ട ശംസുലുമായിട്ടുള്ള വല്ലാത്തൊരു സ്നേഹമാണ്. കാരണം ഇവിടെ ഈ പ്രദേശത്ത് ഒരു പാകിസ്ഥാനിൽ പോയിട്ടൊരാള് ജോലിക്ക് പോയി, അവിടുന്ന് ഷിയായിസം അദ്ദേഹം പഠിച്ചു വന്നു. അങ്ങനെ ഇവിടെയുള്ള കമ്മിറ്റിയിൽ, പള്ളിയിൽ അദ്ദേഹം ഷിയായിസം വളർത്താൻ ശ്രമിച്ചപ്പോ അങ്ങനെ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ഈ ചരിത്രം, ഇവിടുത്തെ സംഭവങ്ങൾ, ഇവിടുത്തെ മുഷാവറങ്ങളും ഇവിടുത്തെ പണ്ഡിതന്മാര് പതി ഉസ്താദിനോട് നേരിട്ട് പറയുകയും പതി ഉസ്താദ് ബഹുമാനപ്പെട്ട ശംസുലുമയോട് പറയുകയും ശംസുലുമ കണ്ട് വരികയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ മനോഹരമായ വാക്കിലൂടെ ഖാതിമുൻ നബി, അവസാനത്തെ പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ശംസുലുമായി തങ്ങള് സ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം ഈ കൊടകിലെ ജനങ്ങൾക്ക് അന്നു മുതൽ ശംസുലുമായി തങ്ങളോടുള്ള ബന്ധമാണ്. ഈ ചരിത്രം വ്യക്തമാണ്. അപ്പൊ അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ഗ്രൗണ്ടിന് മറ്റൊരു ചരിത്രം കൂടി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട കാലത്തിന്റെ ആവേശം, ഉമ്മത്തിന്റെ ആവേശം, ആദർശത്തിന്റെ ആവേശം, നമ്മളെല്ലാവരും ഒരു ചൂണ്ടുവിരലിന്റെ തണലിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഈ മടിക്കേരിയിലെ ഈ ഗാന്ധി മൈതാനത്തിൽ ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 29-ന് വരെയാണ്. അപ്പൊ അതിന് തടിച്ചു കൂടിയിട്ട് നമ്മുടെ യാത്രയുമായി മനുഷ്യനെ തേടി, മണ്ണിനെ തേടിയുള്ള ഈ മനോഹരമായ നമ്മുടെ കാശ്മീർ യാത്രയിൽ, സമസ്ത 100-ാം വാർഷിക പ്രചരണ യാത്രയിൽ അൽഹംദുലില്ലാഹ് ഇവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ട്. അതപകേടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കൽ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി ഉസ്താദ്, ഉമർ ഫൈസി ഉസ്താദ്, ഇക്ബാൽ ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ അമീദ് ഫൈസി ഉസ്താദ്, നമ്മളെ CM ഉസ്താദ് നമ്മുടെ ഇവിടെ അറിയപ്പെടുന്നത്, ബഹുമാനപ്പെട്ട CM ഉസ്താദ് അടക്കമുള്ള ഈ വേദിയാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഇതൊക്കെ നമ്മളൊരു യാത്ര, ഇവരെ സ്ഥലവും കാര്യങ്ങളും ഇവിടെ നടക്കാൻ പോകേണ്ട പരിപാടിനെ ഹൈലൈറ്റ് ചെയ്യല്ല. നമ്മുടെ യാത്ര വന്നപ്പോൾ, ഒരു ചെറിയവന്റെ യാത്ര വന്നപ്പോൾ, സമസ്തയുടെ പേരും പറഞ്ഞു വന്നപ്പോ ഏറ്റെടുക്കണം. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണം റബ്ബേ. അതിനപ്പുറം ഇവിടുത്തെ പ്രവർത്തകരോട്, കൊടകിലെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരോട്, ഇവിടുത്തെ ഉസ്താദന്മാർക്ക് ഒന്ന് പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കണം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഏകദേശം ഉസ്താദ് 10,000 ആളുകളിൽ 10,000 ആളുകളെ നിറയുന്ന ഒരു വേദിയാണ്. വിശാലമായ ഗ്രൗണ്ട് നിങ്ങൾ കാണണം, വീഡിയോയിൽ നമ്മൾ കാണിക്കും. അപ്പൊ എത്രത്തോളം വിശാലമായ ഗ്രൗണ്ട് ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മത്തിന്റെ ആവേശമായ അതാ എല്ലാവരും പിടിച്ചു നിൽക്കുന്ന ഫ്ലക്സും കാര്യങ്ങളും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വരവും കാത്തിട്ട് ഈ ഗാന്ധി ഗ്രാമവും കൊടക് ജില്ലയും ഒന്നടക്കം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഗൗരവം എത്രത്തോളാണ്, ഇവിടുത്തെ എത്രത്തോളാണ്, കർണാടകയിലടക്കം നമ്മുടെ ಪ್ರಿಯപ്പെട്ട ಉಸ್ತಾದ್ಮಾರು പറയും ಇನ್ಶಾ ಅಲ್ಲಾಹ್. ಪ್ರತ್ಯೇಕವಾಗಿ ನಮ್ಮ ಈ ಕೊಡಗು ಜಿಲ್ಲೆಗೆ ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತುಲ್ ಉಲಮಾ ಎಂಬ ಮಹೋನ್ನತ ಸಂಘಟನೆಯ ಆದರ್ಶ ಪರಿಶುದ್ಧತೆಯನ್ನು 100 ವರ್ಷಗಳಿಂದ ಕಾಪಾಡಿಕೊಂಡು ಇವತ್ತು ಸಹ ನಮ್ಮ ಕೇರಳ, ಕರ್ನಾಟಕ ಸೇರಿದಂತೆ ಭಾರತ ದೇಶದ ಎಲ್ಲ ರಾಜ್ಯಗಳಲ್ಲಿಯೂ, ಇಡೀ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಟ್ಟದಲ್ಲಿಯೂ ಸಹ ಸತ್ಯವಿಶ್ವಾಸಿಗಳ ಈಮಾನನ್ನು ಕಾಪಾಡಿಕೊಂಡು ಅವರಿಗೆ ಪರಿಶುದ್ಧವಾದ ಇಸ್ಲಾಮಿನ ಆದರ್ಶಗಳನ್ನು, ತತ್ವಗಳನ್ನು, ಸಿದ್ಧಾಂತಗಳನ್ನು ಪ್ರವಾದಿ ಮುಹಮ್ಮದ್ ಮುಸ್ತಫಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರವರು ತನ್ನ ವಫಾತಿನ ಸಂದರ್ಭದಲ್ಲಿ ಏನು ಹೇಳಿಕೊಟ್ಟಿದ್ದಾರೋ, ಯಾವ ಜವಾಬ್ದಾರಿಯನ್ನು ಈ ಉಮ್ಮತ್ತಿಗೆ ಅವರು ಅರ್ಪಿಸಿ ಹೋಗಿದ್ದಾರೆಯೋ ಆ ಜವಾಬ್ದಾರಿಯನ್ನು ಚಾಚು ತಪ್ಪದೆ ಸಮರ್ಪಕವಾಗಿ, ಪಾರದರ್ಶಕವಾಗಿ ನಿರ್ವಹಿಸುವಂತಹ ಒಂದು ಮಹೋನ್ನತ ಸಂಘಟನೆಯಾಗಿದೆ ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತುಲ್ ಉಲಮಾ. ಈ ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತುಲ್ ಉಲಮಾ ಎಂಬ ಈ ಸಂಘಟನೆಯ 100 ವರ್ಷದ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಹಾ ಸಮ್ಮೇಳನ ಇದೇ ಬರುವ ಫೆಬ್ರವರಿ 4ರಿಂದ 8ರ ತನಕ ಕೇರಳದ ಕಾಸರಗೋಡಿನ ಕುಣಿಯ ಎಂಬ ಒಂದು ನಗರಿಯಲ್ಲಿ ಈ ಒಂದು ಮಹಾ ಸಮ್ಮೇಳನವು ಜರುಗಲಿದೆ. ಇದರ ಪ್ರಚಾರಾರ್ಥ ನಮ್ಮ ಕೇರಳದ ಪರಪ್ಪನಂಗಾಡಿಯ ಹಕೀಂ ಫೈಸಿ ಎಂಬವರು ಕನ್ಯಾಕುಮಾರಿಯಿಂದ ಕಾಶ್ಮೀರ ತನಕ ಒಂದು ಬೈಕಿನಲ್ಲಿ ಸಂಚರಿಸಿ ಎಲ್ಲರಿಗೂ ಒಂದು ಹೊಸ ಸಂಚಲನವನ್ನು ಸೃಷ್ಟಿಸುವಂತಹ
ಒಂದು ಹೊಸ ಇತಿಹಾಸವನ್ನು ಬರೆಯುವಂತಹ ಒಂದು ಕಾರ್ಯದಲ್ಲಿ ಅವರು ಏರ್ಪಟ್ಟಿದ್ದಾರೆ. ಅವರ ಉದ್ದೇಶ ಅಂತ ಹೇಳಿದ್ರೆ ಈ ಮಹೋನ್ನತ ಸಂಘಟನೆಯ ಪ್ರಚಾರವನ್ನು ನಮ್ಮ ದೇಶದ ಪ್ರತಿ ಜಿಲ್ಲೆಗಳಲ್ಲಿಯೂ ಪ್ರತಿ ಗ್ರಾಮಗಳಲ್ಲಿಯೂ ಪ್ರತಿಯೊಬ್ಬನ ಮನಸ್ಸಿನ ಅಂತರಾಳದಲ್ಲಿ ಈ ಸಂಸ್ಥೆಯ ಸುಂದರವಾದ ಸಂದೇಶವನ್ನು ತಲುಪಿಸುವ ಒಂದು ಕಾರ್ಯವನ್ನು ಅತಿ ಮಹೋನ್ನತವಾಗಿ ಅಚ್ಚುಕಟ್ಟಾಗಿ ನಿರ್ವಹಿಸುವ ಒಂದೇ ಒಂದು ಉದ್ದೇಶದಿಂದ ನಮ್ಮ ಹಕೀಂ ಫೈಸಿಯವರು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಆಯೋಜಿಸಿಕೊಂಡು ಎಲ್ಲ ಕಡೆ ಸಂಚರಿಸುತ್ತಿದ್ದಾರೆ. ಅವರೊಂದು ಬೈಕಿನ ಮೇಲೆ ಈ ಒಂದು ಕಾರ್ಯವನ್ನು ನಿರ್ವಹಿಸುತ್ತಾ ಇದ್ದಾರೆ. ನಮಗೆ ಒಂದು ಸಂತೋಷದ ವಿಷಯ ಅಂದರೆ ನಮ್ಮ ಕೊಡಗು ಜಿಲ್ಲೆ ಅಂತ ಹೇಳಿದರೆ ಪ್ರಕೃತಿ ರಮಣೀಯವಾದ ಅತಿ ಸುಂದರವಾದಂತಹ ಹಲವು ಇತಿಹಾಸವು ಇಲ್ಲಿ ನೆರೆಯುವಂತಹ ಒಂದು ಸಣ್ಣ ಜಿಲ್ಲೆಯಾಗಿದೆ ನಮ್ಮ ಕೊಡಗು ಜಿಲ್ಲೆ. ಈ ಕೊಡಗು ಜಿಲ್ಲೆಗೂ ಸಹ ಅವರು ಕಳೆದ ಒಂದು ದಿನದಿಂದ ಆಗಮಿಸಿ ಕೊಡಗು ಜಿಲ್ಲೆಯ ಬೇರೆ ಬೇರೆ ಕಡೆಗಳಲ್ಲಿ ಪೆರಿಂಬಾಡಿ ಶಂಸುಲ್ ಉಲಮಾ ಎಜುಕೇಶನ್ ಟ್ರಸ್ಟ್, ಬನಾತ್ ಅನಾಥ ಆಶ್ರಮದಲ್ಲಿ ಬಂದು ಅಲ್ಲಿ ಮಕ್ಕಳನ್ನು ಭೇಟಿಯಾಗಿ ಕೊಡಗಿನ ವಿವಿಧ ಕಡೆಗಳಲ್ಲಿ ನಿನ್ನೆ ರಾತ್ರಿ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ನಮ್ಮ ಸುಂಟಿಗೊಪ್ಪದ ಮುಹಮ್ಮದ್ ಅಲಿ ಶಿಹಾಬ್ ತಂಗಲ್ ಜೂನಿಯರ್ ಶರೀಅತ್ ಕಾಲೇಜಿನಲ್ಲಿ ಬಂದು ನಮ್ಮ ಮಕ್ಕಳೊಟ್ಟಿಗೆಲ್ಲ ಅವರು ಒಂದು ಸಂವಾದವನ್ನು ಮಾಡಿ ಈ ಒಂದು ಯಾತ್ರೆಯನ್ನು ಮುಂದುವರಿಸುತ್ತಾ ಇದ್ದಾರೆ. ಇವತ್ತು ಈ ಒಂದು ಮಡಿಕೇರಿ ನಗರಿಗೆ, ಮಂಜಿನ ನಗರಿಯಾದ ಮಡಿಕೇರಿಗೆ ಆಗಮಿಸಿ ಇನ್ಶಾ ಅಲ್ಲಾ ಇದೇ ಬರುವ ನವೆಂಬರ್ 20ರಂದು ಈ ಸಮಸ್ತ ಸಮ್ಮೇಳನದ ಪ್ರಚಾರಾರ್ಥ ಕೊಡಗು ಜಿಲ್ಲೆಯಲ್ಲಿ ಒಂದು ಮಹಾ ಸಮ್ಮೇಳನವನ್ನು ನಾವು ಇಲ್ಲಿ ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ಸಯ್ಯದುಲ್ ಉಲಮಾ ಜಿಫಿರಿ ಮುತ್ತುಕೋಯ ತಂಗಳ್ ಮಹಾನವರುಗಳು ಈ ನಮ್ಮ ಕೊಡಗು ಜಿಲ್ಲೆಗೆ ಇದೇ ಮೈದಾನಕ್ಕೆ ಆಗಮಿಸಲಿದ್ದಾರೆ. ಈ ಮೈದಾನವನ್ನು ವೀಕ್ಷಿಸಲು ಮತ್ತು ಇದನ್ನು ನೋಡಲು ನಮ್ಮ ಕೊಡಗು ಜಿಲ್ಲೆಯ ಎಲ್ಲ ಸಂಸ್ಥೆಯ ಸಂಘದ ಉನ್ನತ ಮುಖಂಡರುಗಳೊಂದಿಗೆ ಹಕೀಂ ಫೈಸಿಯವರು ಇಲ್ಲಿಗೆ ಭೇಟಿ ಕೊಟ್ಟಿದ್ದಾರೆ. ಈ ಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತುಲ್ ಉಲಮಾ ಕೊಡಗು ಜಿಲ್ಲಾ ಕಾರ್ಯದರ್ಶಿ ಉಸ್ಮಾನ್ ಫೈಸಿಯವರಿದ್ದಾರೆ. ಅದೇ ರೀತಿ ನಮ್ಮ SYS ನಾಯಕರಾದಂತಹ ಉಮರ್ ಫೈಸಿಯವರಿದ್ದಾರೆ, ಇಕ್ಬಾಲ್ ಉಸ್ತಾದಿನವರಿದ್ದಾರೆ, SKSS ಅಧ್ಯಕ್ಷರಾದಂತಹ ಶುಐಬ್ ಫೈಸಿಯವರಿದ್ದಾರೆ, ಇಲ್ಲಿಯ ನಗರಸಭಾ ಕೌನ್ಸಿಲರ್ ಆದಂತಹ ಗೌರವಾನ್ವಿತ ಬಶೀರ್ ಅವರಿದ್ದಾರೆ, ಅದೇ ರೀತಿ ನಮ್ಮ ಹನೀಫ್ ಫೈಸಿಯವರಿದ್ದಾರೆ, ಅದೇ ರೀತಿ ನಮ್ಮ ಈ ಮಡಿಕೇರಿಯ ಮಸೀದಿಯ ಅಧ್ಯಕ್ಷರಾದಂತಹ ಉಮರ್ ಸಾಹಿಬರವರಿದ್ದಾರೆ. ಹೀಗೆ ಹಲವಾರು ನಮ್ಮ ನಾಯಕರುಗಳೆಲ್ಲರೂ ಇಲ್ಲಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿದ್ದಾರೆ. ಅವರಿಗೆ ಆತ್ಮೀಯವಾದಂತಹ ಒಂದು ಸ್ವಾಗತವನ್ನೇ ನೀಡಿ ನಾವು ಈ ಮಡಿಕೇರಿಯಲ್ಲಿ ಒಂದು ಭವ್ಯವಾದಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮ ಈ ಮುಖಾಂತರ ನಾವು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ. ನಮಗೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳಕ್ಕೆ ಇಚ್ಛಿಸುವುದು ಇಷ್ಟೇ, ಇನ್ಶಾ ಅಲ್ಲಾ ಇದೇ ಬರುವ 29ನೇ ತಾರೀಕಿನಲ್ಲಿ ಮಡಿಕೇರಿಯ ಇತಿಹಾಸದಲ್ಲಿ ಒಂದು ಹೊಸ ಇತಿಹಾಸವನ್ನು ಸೃಷ್ಟಿ ಮಾಡುವ ಸಂದರ್ಭದಲ್ಲಿ ಕೊಡಗು ಜಿಲ್ಲೆಯಲ್ಲಿರುವ ಮತ್ತು ಆಸುಪಾಸಿನಲ್ಲಿರುವಂತಹ ಎಲ್ಲ ಜಿಲ್ಲೆಯಲ್ಲಿರುವಂತಹ ಸರ್ವ ಮುಸ್ಲಿಂ ನಾಗರಿಕರು ಸಹ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮಕ್ಕೆ, ಈ ಸಂಸ್ಥೆಯ ಅನುಭಾವಿಗಳು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಬೇಕು ಇನ್ಶಾ ಅಲ್ಲಾ. ಅದೇ ರೀತಿ 24ರಂದು ಜನವರಿ ಬರುವ 2026 ಫೆಬ್ರವರಿ 4ರಿಂದ 8ರ ತನಕ ನಡೆಯುವಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮ ಪ್ರಪಂಚದಲ್ಲಿಯೇ ಅತಿ ದೊಡ್ಡ ಮಹಾ ಸಮ್ಮೇಳನವಾಗಿ ಪರಿವರ್ತನೆಯಾಗಲಿದೆ ಎಂಬುದರಲ್ಲಿ ಸಂಶಯವೇ ಇಲ್ಲ. ಒಂದು ಜನಮಹಾಸಾಗರವೇ ಇನ್ಶಾ ಅಲ್ಲಾ ಕುಣಿಯ ಎಂಬ ಆ ಒಂದು ಸಣ್ಣ ಪ್ರದೇಶದಲ್ಲಿ ದೊಡ್ಡ ಒಂದು ಮಹಾ ಸಮ್ಮೇಳನವೇ ಜರುಗಲಿದೆ. ಆ ಸಮ್ಮೇಳನವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಬೇಕು. ಅದೇ ರೀತಿ ಇನ್ಶಾ ಅಲ್ಲಾ ಇದರ ಪ್ರಚಾರಾರ್ಥ ಕೊಡಗು ಜಿಲ್ಲೆಯ ಬೇರೆ ಬೇರೆ ಮಹಲ್ಗಳಲ್ಲಿ ನಾವು ಕೊಡಗು ಜಿಲ್ಲೆಯ ಸಮಸ್ತೆಯ ಪೋಷಕ ಸಂಘಟನೆಗಳು, ಸಮಸ್ತ ಕೇರಳ ಜಮಿಯತುಲ್ ಉಲಮಾ ಕೊಡಗು ಜಿಲ್ಲೆ, ಅದೇ ರೀತಿ SYS, SKSSF, SMF, ಜಿಲ್ಲಾ ಜಮಿಯತುಲ್ ಮುಅಲ್ಲಿಮೀನ್, ಅದೇ ರೀತಿ ಮ್ಯಾನೇಜ್ಮೆಂಟ್ಗಳು ಎಲ್ಲರೂ ಸೇರಿ ಒಂದು ಹೊಸ ಹರ್ಷದಿಂದ ಇಲ್ಲಿ ತುಂಬಾ ಉತ್ಸಾಹದಿಂದ ಕಾರ್ಯನಿರ್ವಹಿಸುತ್ತಾ ಇದ್ದಾರೆ. ಈ ಒಂದು ಸಮ್ಮೇಳನವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಬೇಕು. ನಮ್ಮ ಊರಿಗೆ ಇನ್ಶಾ ಅಲ್ಲಾ ನಮ್ಮ ಮಹಾನ್ನತರಾದಂತಹ ಸಯ್ಯದುಲ್ ಉಲಮಾ ಆಗಮಿಸುವಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಸಾವಿರಾರು ಜನ ಸೇರಬೇಕು ಎಂದ ಬಹಳ ಉತ್ಸಾಹದಿಂದ ಜನರು ಬಹಳ ಉತ್ಸಾಹದಿಂದ ಇಲ್ಲಿ ಕಾರ್ಯನಿರ್ವಹಿಸುತ್ತಿದ್ದಾರೆ. ಇದಕ್ಕೆ
ಒಂದು ಶಕ್ತಿ ತುಂಬುವಂತಹ ಕೆಲಸವನ್ನು ನಮ್ಮ ಹಕೀಂ ಫೈಸಿಯವರು ಅಲ್ಹಮ್ದುಲಿಲ್ಲಾ ಮಾಡಿದ್ದಾರೆ. ಇಲ್ಲಿಗೆ ಆಗಮಿಸಿ ಅದಕ್ಕೆ ಒಂದು ಹೊಸ ಕರೆಂಟ್ ಬಂದ ರೀತಿಯಲ್ಲಿ ಈ ಸಮ್ಮೇಳನಕ್ಕೆ ಒಂದು ಹುಷಾರಾಗುವಂತಹ ಒಂದು ರೀತಿಯಲ್ಲಿ ಆಗಮಿಸಿ ಎಲ್ಲರಿಗೂ ಒಂದು ಪ್ರಚೋದನೆ ಮಾಡುವಂತಹ, ಪ್ರೋತ್ಸಾಹ ನೀಡುವಂತಹ ಕಾರ್ಯವನ್ನು ಹಕೀಂ ಫೈಸಿಯವರು ಮಾಡಿದ್ದಾರೆ. ಒಂದು ಹೊಸ ಸಂಚಲನವೇ ಇಲ್ಲಿ ಸೃಷ್ಟಿಯಾಗಿದೆ ನಮ್ಮ ಕೊಡಗು ಜಿಲ್ಲೆಯಲ್ಲಿ ಹಕೀಂ ಫೈಸಿಯವರ ಆಗಮನದಿಂದ. ಅದೇ ರೀತಿ ಈ ಸಮ್ಮೇಳನದಿಂದ ಇನ್ಶಾ ಅಲ್ಲಾ ನಾನು ಹಕೀಂ ಫೈಸಿಯವರಿಗೆ ಅಭಿನಂದನೆಗಳನ್ನು ಅರ್ಪಿಸುತ್ತಾ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಇನ್ಶಾ ಅಲ್ಲಾ ಎಲ್ಲರೂ ಯಶಸ್ವಿಗೊಳಿಸಬೇಕು. ಇಲ್ಲಿ ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿದ ಎಲ್ಲರಿಗೂ ಹೃದಯಾಂತರಾಳದ ಸ್ವಾಗತವನ್ನು ಬಯಸುತ್ತಾ ಇದ್ದೇನೆ. ಎಲ್ಲ ನಾಯಕರಿಗೂ, ನಮ್ಮ ಎಲ್ಲ ಮಹೋನ್ನತ ನಾಯಕರಿದ್ದಾರೆ, ಕನ್ನಡದಲ್ಲಿ ಉತ್ತಮವಾಗಿ ಸ್ಪೀಚ್ ಮಾಡುವಂತಹ ನಮ್ಮ ಶೋಯಿಬ್ ಫೈಸಿಯವರಿದ್ದಾರೆ. ಎಲ್ಲರಿಗೂ ನಾನು ಹೃದಯಾಂತರಾಳದ ಸ್ವಾಗತವನ್ನು ಬಯಸಿ ನನ್ನ ಮಾತನ್ನು ನಾನು ಮುಕ್ತಾಯಗೊಳಿಸುತ್ತೇನೆ. ನಮ್ಮ ಹಕೀಂ ಫೈಸಿಯವರಿಗೆ ಭವ್ಯವಾದ ಸ್ವಾಗತವನ್ನು ನಮ್ಮ ಕೊಡಗು ಜಿಲ್ಲೆಯ ಪರವಾಗಿ ನಾನು ನೀಡುತ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾ. ವಲೈಕುಂ ಅಸ್ಸಲಾಂ ವರಹಮತುಲ್ಲಾ. ಧನ್ಯವಾದಗಳು. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട CM ഉസ്താദ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അസീബ് ഫൈസിയുടെ അമോഷൻ കൂടിയാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാത്തിലും ബർക്കത്ത് ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇവിടെ കർണാടകയിലെ കൊടക് ജില്ലയിലെ ഇവിടെ ആവേശത്തോട് ഇവിടെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ നടത്തുന്ന ശതാബ്ദി യാത്ര, സന്ദേശ യാത്ര കൊടക് ജില്ല എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കണ്ണൂരിൽ നിന്ന് കുറച്ചങ്ങോട്ട് കയറണം, അത്യാവശ്യം കണ്ട് വരാനുണ്ട്. അപ്പം ആ റൂട്ടിൽ സഞ്ചരിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് അറിയില്ല, ഞാൻ റൂട്ടിന്റെ കണക്ഷൻ വിടുമെന്നുള്ളതുകൊണ്ടാണ് അറിയില്ല. ആ റൂട്ട് മാപ്പിൽ കൊടകിനെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരിവിടുത്തെ പ്രവർത്തകരെല്ലാവരും സങ്കടം പോയി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞു, നിങ്ങൾ വെച്ച് ഞാൻ വരും. ആ വിളിയാണ് ഇൻഷാ അല്ലാഹ്. 10,000-കണക്കിന് ആളുകൾ ബഹുമാനപ്പെട്ട ഇക്ബാൽ ഉസ്താദ് ഉണ്ട്, ഉമ്മർ ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഉസ്മാൻ ഫൈസി ഉസ്താദ് ഉണ്ട്. ഉസ്മാൻ ഫൈസി ഉസ്താദിന്റെ ഒക്കെ പ്രാർത്ഥനയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാണ്. ഉസ്മാൻ ഉസ്താദൊന്നും ഇങ്ങനെ വേദിയിലും കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മുടെ യാത്ര വന്നപ്പോ അൽഹംദുലില്ലാ സമസ്തനെ സ്നേഹിച്ചുകൊണ്ട് ഇന്ന് ഉസ്താദിന്റെ ഒപ്പം ഇന്ന് ഭക്ഷണം കഴിച്ചൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കട്ടെ. ഈ കൊടക് ജില്ലേന്റെ ധീര ശബ്ദം കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ. എല്ലാത്തിനും നിയന്ത്രണം, നമ്മൾ പാണക്കാട് എന്നൊക്കെ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ നമ്മുടെ സയ്യിദുൽ ഉലമ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു നേതൃത്വം ഉണ്ടല്ലോ കേരളത്തിലെ ഓരോ തങ്ങന്മാര് നമുക്ക് ഓരോ ഭാഗത്ത്. ആ ഒരു പൊസിഷനിലാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്താദൊക്കെ ഉള്ളത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്താദും പ്രിയപ്പെട്ട കൊടകിലെ ജനങ്ങളോട് നമ്മളെ മടിക്കേരിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് സംസാരിക്കും. സമസ്ത 100-ാം വാർഷിക നമ്മുടെ തൊട്ടടുത്ത ജില്ലയാകുന്ന കാസർഗോഡ് ജില്ലയിൽ പുനിയ എന്ന് പറയുന്ന സ്ഥലത്ത് 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ ഐതിഹാസികമായ അന്താരാഷ്ട്ര സമ്മേളനം അവിടെ വെച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ കൊടക് ജില്ല ജമിഅത്തുൽ ഉലമയുടെ കീഴിൽ ഈ വരുന്ന നവംബർ 29-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ജില്ലയുടെ ആസ്ഥാനമായ മടിക്കേരിയിലെ ഗാന്ധി മൈതാൻ ഇവിടെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമസ്തയെ സ്നേഹിക്കുന്ന, അതിനെ നെഞ്ചിലേറ്റുന്ന ഒരുപാട് മഹത്തുക്കളെ, ഏകദേശം 10,000-15,000-ഓളം വരുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു സമ്മേളനം ഇവിടെ വെച്ച് നടക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജില്ലാ ജമിഅത്തുൽ ഉലമയുടെ കീഴിൽ വെച്ചുകൊണ്ട് ഒരു സമ്മേളനം നടന്നിട്ട് 20 വർഷങ്ങൾ പിന്നിട്ടു. 20 വർഷത്തിൻ്റെ ശേഷം നടക്കുന്ന ജില്ലാ ജമിഅത്തുൽ ഉലമയുടെ കീഴിലുള്ളതായിരിക്കുന്ന ആ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള ഒരു ജില്ലാ പ്രചരണ സമ്മേളനമാണ് നമ്മുടെ ഈ ജില്ലയിൽ ഇവിടെ ഗാന്ധി മൈതാനിൽ വെച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമസ്തയുടെയും അതിൻ്റെ കീഘടകങ്ങളായ പോഷക സംഘടനകളും പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. SKSSF, SIS, അതുപോലെ തന്നെ SMF, അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി ബാലവേദി, ഇങ്ങനെ തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ സജീവമായിക്കൊണ്ട് ശാഖാ തലങ്ങളിലും മേഖലാ തലങ്ങളിലും ജില്ലാ തലങ്ങളിലും പല വിങ്ങുകളായും പല ഉപസമിതികളായും കൊണ്ട് നമ്മുടെ ജില്ലയിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം, നമ്മുടെ ജില്ലയിലുള്ളതായിരിക്കുന്ന SKSF-ൻ്റെതായിരിക്കുന്ന ആ സഹചാരി, അതുപോലെ തന്നെ മനുഷ്യജാലിക, SOS-ൻ്റെ രാഷ്ട്രീയ സംഗമം തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്ന വിധത്തിൽ
ജനകീയമായി കൊണ്ട് വർഷങ്ങളോളം നടന്നു വരുന്നുണ്ട്. അങ്ങനെ സജീവമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജില്ലയിൽ ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ളതായിരിക്കുന്ന എല്ലാ പോഷക സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഈ മഹത്തായ ആ 100ാം വാർഷികത്തിനോടനുബന്ധിച്ച് അതിൻ്റെ ജില്ലാ പ്രചരണ സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ സമസ്തയുടെ സർവ്വ മഹല്ലത്തുകളിലും നമ്മുടെ സമസ്ത ജില്ലാ ഉലമാക്കൾ നേരിട്ട് ചെന്ന് ആ മഹലിനെ ബന്ധപ്പെടുകയും അവിടെ ലെറ്റർ കൊടുത്തുകൊണ്ട് എല്ലാ മഹല്ലത്തിലും ഒരു മഹല്ല് സംഗമം സ്ത്രീ പുരുഷന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മുടെ ജില്ലയിലുള്ള സർവ്വ സമസ്തയുടെ മഹല്ലുകളിലൊക്കെയും ആ ഒരു സംഗമം മഹല്ല് സംഗമം സജീവമായി നടക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ജില്ലയിലുള്ള SKSF-ൻ്റെതായിരിക്കുന്ന പ്രവർത്തകർ മുലാഖാത്ത് എന്ന പേരിൽ അവിടേതായിരിക്കുന്ന ജില്ലാ തലത്തിലുള്ള സർവ്വ യൂണിറ്റുകളിലേക്കും ആ SKSF-ൻ്റെ നേതാക്കന്മാർ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി SIS-ൻ്റെതായിരിക്കുന്ന പ്രവർത്തകരും അതിൻ്റെ നേതാക്കളും അവരുടേതായിരിക്കുന്ന SYS-ൻ്റെ ആ യൂണിറ്റുകളിലേക്ക് അവരുടേതായിരിക്കുന്ന ഒരു പര്യടനം കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ തുടങ്ങിയുള്ളതായിരിക്കുന്ന സജീവ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജില്ലയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ നമ്മുടെ തൊട്ടടുത്ത ജില്ലയിൽ ഒരു 100ാം വാർഷികം വരുമ്പോൾ അത് വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രചരണ ഭാഗമായി കൊണ്ട് നമ്മുടെ ജില്ലയിൽ ഐതിഹാസികമായ ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ ജില്ലയിലുള്ളതായിരിക്കുന്ന ഓരോരുത്തരും അത് വിജയിപ്പിക്കേണ്ടതായിരിക്കുന്ന കടമ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിലുള്ള സമസ്ത സ്നേഹികളായ എല്ലാ മുഅ്മിനീങ്ങളും സജീവമായി കൊണ്ട് പങ്കെടുത്തുകൊണ്ട് നമ്മുടേതായിരിക്കുന്ന ഈ പ്രചരണ സമ്മേളനത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് ഒരു 3 ക്യാമ്പുകൾ പോലും നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രചരണത്തിന്റെ തുടക്കമായി കൊണ്ട് 3 വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ആ ക്യാമ്പുകളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിലുള്ള സർവ്വ സമസ്തയുടെ പ്രവർത്തകരും അതിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ സമസ്തയെ നെഞ്ചിലേറ്റുന്ന ആളുകളൊക്കെ സജീവമായി കൊണ്ട് പങ്കെടുത്ത് അത് വിജയിപ്പിക്കണമെന്ന് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഹക്കീം ഫൈസി അവറുകൾ കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെയുള്ളതായിരിക്കുന്ന ആ യാത്രയുടെ ഒരു 2ാമത്തെ ദിവസമായ നമ്മുടെ ജില്ലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് പല ഇടങ്ങളും അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. ആ നിലക്ക് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ജില്ലയിലുള്ള സമസ്ത പ്രവർത്തനം വളരെ അധിക ശക്തിയായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നും കൂടി ഈ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലയിലുള്ള സർവ്വ മുഅ്മിനീങ്ങളും സജീവമായി അതുകൊണ്ട് പ്രവർത്തിക്കുകയും സഹകരിക്കണമെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളായ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അതുപോലെ SYS-ൻ്റെയും അതുപോലെ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻഷാ അല്ലാഹ് ഈ വരുന്ന നവംബർ 29-ന് സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഒരു പ്രചരണ സമ്മേളനം നടക്കുന്ന കൊടക് ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലായിട്ട് നടത്തപ്പെടുന്ന കൊടക് ജില്ലാ സമസ്ത മഹാസമ്മേളനം നടക്കുന്ന ഗാന്ധി മൈതാനിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാ പ്രവർത്തകരും എല്ലാ സഹോദരന്മാരും ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയിൽ സംബന്ധിക്കണം. ഇതൊരു വലിയ വിജയമാക്കി മാറ്റണം, ഇതൊരു ചരിത്രമാക്കി മാറ്റണം. ಎಲ್ಲರೂ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന് ಅಭ್ಯರ್ಥಿക്കുകയാണ്. ಬಶೀರ್ ಅಹಮದ್, ನಾನು ಮಡಿಕೇರಿ ನಗರಸಭಾ ಸದಸ್ಯನಾಗಿ ಇಲ್ಲಿ ಸಾಮಾಜಿಕ ಸೇವೆಯನ್ನು ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಸಾಮಾಜಿಕವಾಗಿ ಶೈಕ್ಷಣಿಕವಾಗಿ ಹಾಗೂ ದೀನಿ ಕಾರ್ಯಗಳನ್ನ ಮಾಡ್ತಿರುವಂಥ ಸಮಸ್ತಕ್ಕೆ 100ನೇ ವರ್ಷದ ಸಂಭ್ರಮವನ್ನು ನಾವು ಎದುರು ನೋಡ್ತಾ ಇದ್ದೀವಿ. ಈ ಒಂದು ಸುಸಂದರ್ಭದಲ್ಲಿ ನಮ್ಮ ಮಡಿಕೇರಿ ನಗರದ ಗಾಂಧಿ ಮೈದಾನದಲ್ಲಿ ಇದೇ ಬರುವ ನವೆಂಬರ್ 29ರಂದು ಸಮಸ್ತದ ಬಹಳ ಒಂದು ಅದ್ಧೂರಿಯಾದ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ವಿದ್ವಾಂಸರ ನೇತೃತ್ವದಲ್ಲಿ ಇಲ್ಲಿ ಮಾಡ್ತಾ ಇದ್ದೀವಿ. ನಮ್ಮ ನಿರೀಕ್ಷೆಯು 15ರಿಂದ 20,000 ಜನರ ನಿರೀಕ್ಷೆ ಇದೆ. ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಲು ಕೊಡಗಿನ ಸರ್ವ ಜನರನ್ನ ನಾನು ಈ ಸುಂದರ ಸ್ವಚ್ಛ ಕೊಡಗು ನಗರಕ್ಕೆ ಸ್ವಾಗತಿಸ್ತಾ ಇದ್ದೀನಿ. ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಯಶಸ್ವಿಗೊಳಿಸಬೇಕಾಗಿ ತಮ್ಮಲ್ಲಿ ಈ ಮೂಲಕ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೀನಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹ್.